പ്രഷർ കുക്കറിൽ വളരെ എളുപ്പത്തിൽ ഇറച്ചിച്ചോറ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അതിനു വേണ്ടി ഒരു പ്രഷർ കുക്കറിലേക്ക് നന്നായി കഴുകി വെച്ച ബീഫ്, ചെറുതായി കൊത്തിയരിഞ്ഞ സവാള 3 എണ്ണം, അതിൻ്റെ കൂടെ തന്നെ ചുവന്നുള്ളിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ വേണ്ട. പച്ചമുളക് ചെറുതായി വട്ടത്ത് മുറിച്ചതാണ്, ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളിയും 1/4 കപ്പ് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്താണ്, അല്ലാതെ പേസ്റ്റ് അല്ല, കുറച്ച് ചോപ്പായിട്ട് നിൽക്കുന്നത് നല്ലത്. അത് പിന്നെ പെരുംജീരകം പൊടിച്ചത് 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ കൂടി പോവരുത്. കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തത്. നിങ്ങൾ സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ മതി, അല്ലെങ്കിൽ എരിവ് കൂടി പോകും. ഞാൻ 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. ഈ സ്പൈസസിലൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ടിട്ട് ചെറിയൊരു കഷ്ണം പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴക്കുക. കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ സമയമില്ലെങ്കിൽ പെട്ടെന്ന് കുക്ക് ചെയ്യാം. അവസാനമായിട്ട് കുറച്ച് കൊറിയാൻഡർ ലീഫ് കൂടെ ഇട്ടിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം. ഒരു 5 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. 5 വിസിൽ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഓരോരുത്തരുടെ ഇറച്ചിക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. എൻ്റെ ഇറച്ചി 5 വിസിൽ വന്നപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതൊന്ന് വെള്ളവും ഇറച്ചിയും സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. വെള്ളത്തിൻ്റെ അളവ് എത്രയെന്ന് അളന്ന് വെക്കുകയും ചെയ്യാം. എനിക്ക് 2 കപ്പാണ് ബീഫിൻ്റെ ഗ്രേവി കിട്ടിയത്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ജീരകശാല അരി 4 കപ്പാണ് എടുത്തത്. അത് നന്നായിട്ട് കഴുകി വെള്ളം വരാൻ വേണ്ടി മാറ്റി വെക്കാം. എന്നിട്ടൊരു കുക്കറിൽ ഓയിലും നെയ്യും കൂടെ മിക്സ് ആക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നേരിയതായിട്ട് അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കുക. പിന്നെ സ്പൈസസ്, പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. അത് പൊട്ടി തുടങ്ങിയാൽ അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം 4 കപ്പ് തന്നെ വെള്ളം ഒഴിക്കുന്നത്. 4 കപ്പ് അരിക്ക് ബാക്കി 2 കപ്പ് ഇതിലുണ്ട്, ബീഫിൻ്റെ ഗ്രേവി ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം കൂടെ 4 കപ്പിന് 6 കപ്പാണ് മൊത്തമായിട്ട് വേണ്ടത്. കുക്കറിൽ ചോറുണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് വെള്ളത്തിൻ്റെ അളവ് തെറ്റരുത്. 4 കപ്പിന് 6 കപ്പ് എന്നുള്ള അളവും. പിന്നെ വലിയ കുക്കർ എടുക്കുക. ചെറിയ കുക്കർ എടുത്തു കഴിഞ്ഞാൽ അത് തിങ്ങിയിട്ട് ചോറ് ഉടഞ്ഞു പോകും. അതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ കഴുകി വെച്ച അരി ചേർത്ത് കൊടുക്കുക. തിളച്ചതിന് ശേഷം മാത്രമേ അരി ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നന്നായിട്ട് അടി തട്ടിയിട്ട് ഇളക്കുക. കുക്കർ മൂടി വെച്ചിട്ട് 1 വിസിലും 2ാമത്തെ വിസിൽ വന്ന് തുടങ്ങുമ്പം ഓഫ് ചെയ്യുക. കുക്കറിൻ്റെ ആവിയെല്ലാം പോയി കഴിഞ്ഞാൽ കുക്കർ ഓപ്പൺ ആക്കിയിട്ട് നേരത്തെ വേവിച്ച് വെച്ച ബീഫും ഈ ചോറും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് സെർവ് ചെയ്യാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.